ഞങ്ങളിവിടുത്തെ പറയായിരുന്നു, പരസ്പരം സഭയ്ക്കകത്ത് പലതരത്തിൽ പോരടിച്ച ആളുകൾ വളരെ സൗഹാർദ്ദമായി കൈകോർത്തകത്തേക്ക് പോകുന്ന നല്ലൊരു മനോഹര കാഴ്ചയായിരുന്നു. മാത്രമല്ല രണ്ടുപേരും സീറ്റ് മാറി അപ്പുറപ്പുറമായിട്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഇനി എങ്ങനെയായിരിക്കും? അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചു. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ, എന്തെങ്കിലും നല്ലത്? അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായും പിന്നെ പോകാനൊരു ശ്രീജ, ഊഷ്മളമായ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മടങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവ് ആയിട്ട് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ യാത്രയയച്ച് അകത്തേക്ക് ഓഫീസ് മുറിയിലേക്ക് പോയി. ഏതായാലും ശ്രീജ, നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം 2 പേരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പാനീയമുണ്ട്. അത് മറ്റൊന്നുമല്ല, ചായയാണ്. അപ്പോൾ ഇരുവരും ചായ കുടിച്ചാണ് ഇവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ ആ സൗഹൃദം ഒരു ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശൻ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രണ്ടുപേരും ഏതാണ്ട് ഒരു 10-15-20 മിനിറ്റോളം ഉള്ള നീണ്ടു നിന്ന കൂടിക്കാഴ്ച. അതിൽ വി.ഡി. സതീശൻ പറഞ്ഞു കഴിഞ്ഞു, രാഷ്ട്രീയമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വെച്ചുകൊണ്ടുപോയ വികസന പ്രവർത്തനങ്ങളൊന്നും മുടക്കില്ല. അതിനകത്ത് അവർ നേരത്തെ ആരോപണങ്ങളായി ഉന്നയിച്ചിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊരു നല്ല സൂചനയാണ്. അതായത് ഒരു ഭരണം മാറുമ്പോൾ ഉടൻ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഭരണം അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന പദ്ധതികളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് പുതിയ പരിപാടികളിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഒരു ശൈലിയല്ല തൻ്റേതെന്ന് പിണറായി വിജയനെ സാക്ഷി നിർത്തിക്കൊണ്ട് വി.ഡി. സതീശൻ പറയുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന് വ്യക്തമായൊരു സൂചനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ എപ്പോഴും 2 പേർ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ പിണറായി വിജയൻ വി.ഡി. സതീശൻ എത്തുമ്പോൾ, തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗി എത്തുമ്പോൾ ഒരു കപ്പ് ചായ കൊടുത്തുകൊണ്ടാണ് ആ സന്ദർശനം അദ്ദേഹത്തെ സ്വീകരിച്ചത്.